എന്നൊക്കെ എന്താണ് ഇഷ്യൂ എന്ന് എനിക്ക് ഇന്ന് രാവിലെ മനസ്സിലായത്. നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ വീഡിയോസൊക്കെ. നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി സിന്ധു കൃഷ്ണ, അവർക്കെതിരെ ഒരു അലിഗേഷനുമായി സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോയുമായി എത്തിയ തൻവി, അവരുടെ തന്നെ ബന്ധുവാണ്. തൻവി, വെറും ചെറ്റയാണല്ലേ മോളെ നീ, വെറും ചെറ്റ, നിന്നെ വിശ്വസിച്ചു പോയല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കിതാ ഈ നിമിഷമുണ്ട്. നിന്നെ വിശ്വസിക്കാൻ കാരണം സിന്ധു കൃഷ്ണയുടെ അമ്മ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നീ ഞങ്ങളെ എല്ലാവരെയും കേൾപ്പിച്ചു, അതുകൊണ്ട് മാത്രമാണ് നിന്നെ വിശ്വസിച്ചത്. പക്ഷെ ആ സമയത്ത് ഒരുപാട് അങ്ങോട്ട് കടന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് നീ ആ അമ്മയെ വിളിക്കുന്നു, അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മ നിന്റെ അമ്മുമ്മയെ വിളിക്കുന്നു, അത് നീ റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് നാട്ടുകാരെ കേൾപ്പിക്കുന്നു. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. സത്യമായിട്ടും എന്നെപ്പോലെ ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ പോയത് കാണും. ഞാൻ ശ്രദ്ധിക്കാത്തതിൽ ഇപ്പോൾ ഇച്ചിരി ഖേദം പ്രകടിപ്പിക്കുന്നു. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്തിനാണ്? പക്ഷെ ഞാൻ എവിടെയോ ഒരു പോയിന്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ അമ്മുമ്മയുടെയൊക്കെ വീഡിയോ ഇവളി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് മനസ്സിലാവുന്നില്ല എന്ന്. ഇപ്പോൾ അതിനുള്ള അർത്ഥം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. അതായത് തൻവിമോക്ക് റീച്ച് വേണം, കാശ് വേണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി അഹാന, അവരുടെ കുടുംബം എല്ലാവരെയും അങ്ങോട്ട് വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തു. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അഹാന വന്നൊരു വീഡിയോ ഇട്ടു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. അതുകൊണ്ട് തന്നെ തൻവിയുടെ കമൻറ്റ് ബോക്സിൽ നല്ല തെറിവിളി നടക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയ്ക്ക്. പക്ഷേ അതും ഇപ്പം അധികം വൈകാതെ തൻവി മോള് മിക്കവാറും ഓഫ് ആക്കും. വോട്ടെവർ, നമുക്ക് അഹാന പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. തൻവി പറയുന്നത് കേട്ടു, നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു. അഹാന വളരെ ക്ലിയർ ആയിട്ട്, ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഈ കൃഷ്ണകുമാർ കുടുംബത്തിൽ വലിയ താല്പര്യമില്ലാത്ത 1-2 പേരുണ്ട്. ഒന്ന് സിന്ധു കൃഷ്ണ, പിന്നെ അഹാന, പിന്നെ ദിയ, ഇഷാനി, ഹൻസിക. 2 പേരും അത്യാവശ്യം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാരോട് ഇടപഴകാൻ നല്ല വൃത്തിക്ക് അറിയാം എന്ന് എനിക്ക് തോന്നിയ 2 പേരാണ് ഇഷാനി, നമ്മുടെ ഹൻസിക എന്ന് പറയുന്ന 2 പേര്. ഹൻസിക അല്ല, മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയല്ലേ. ഈ 1-2 പെൺകുട്ടികളുടെ പേരാണെങ്കിൽ ഓർത്ത് വെക്കാടെ 3-4 എണ്ണത്തിൻ്റെ പോട്ടെ, ക്ഷമിക്കും. ഇഷാനിയും ഹൻസികയും 2 പേരെയും അത്യാവശ്യം എനിക്ക് താല്പര്യമുള്ള 2 ആളുകളാണ്. പ്രത്യേകിച്ച് അവരുടെ വീഡിയോകൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് അവരുടെ വീഡിയോകൾ ഡീസൻ്റ് ഇൻ ദ സെൻസ് ആൾക്കാരോട് ഇടപഴകാൻ അവർക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് അധികം ടോക്കറ്റീവ് അല്ല അവർ. പക്ഷേ എങ്കിലും എന്തോ എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നിയിട്ടുണ്ട്. അഹാനയാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ സംസാരം കുറച്ച് ബോറാവുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കേസിൽ പ്രത്യേകിച്ച് ഈ സിന്ധു കൃഷ്ണയുടെ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സിയിൽ വളരെ ക്ലിയർ ആയിട്ട് അഹാന സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളത് കേൾക്കണം. വിമർശിച്ചാൽ മാത്രം പോരല്ലോ. അവരുടെ സൈഡിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടാൽ അതും കൂടെ നമ്മൾ പറയണമല്ലോ. വേണ്ടേ? വേണം, തീർച്ചയായും വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടുന്ന് തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു, വിച്ച് ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി ഐ ഡോണ്ട് നോ ഹാസ് ക്രിയേറ്റഡ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫോർ അസ്. അച്ഛൻ നമ്മളോട് വ്യക്തമായിട്ട് ഇന്നലേന്ന് മാത്രമല്ല എപ്പോഴും പറയുന്ന കാര്യമാണ്, ജസ്റ്റ് കീപ് സൈലൻറ്റ്, ജസ്റ്റ് ബിലീവ് ഇൻ യുവർ ട്രൂത്ത്, സൈലൻസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് വെപ്പൺ, ജസ്റ്റ് ഹോൾഡ് ഓൺ ടു ദാറ്റ് വെപ്പൺ. കാരണം ഇത് ആദ്യമായിട്ടൊന്നും അല്ല നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നമ്മളുമായിട്ട് ബന്ധമുള്ളതോ ബന്ധമില്ലാത്തതോ ആയിട്ടുള്ള ആൾക്കാർ വന്ന് ബ്ലേറ്റൻ്റ് ആയിട്ട് കള്ളങ്ങൾ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ആൻഡ് വിത്ത് ടൈം ഈ പറഞ്ഞ കള്ളങ്ങളും കള്ളം പറഞ്ഞ ആൾക്കാർക്കും ഒക്കെ എങ്ങനെ അത് കലങ്ങി തെളിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ വി നോ ദറ്റ് ഇഫ് യു ബിലീവ് ഇൻ യുവർ ട്രൂത്ത്, ഇറ്റ് ഈസ് ട്രൂത്ത് ദാറ്റ് വിൽ വിൻ. ആൻഡ് അച്ഛൻ പറഞ്ഞ പോലെ സൈലൻസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വെപ്പൺ. കറക്റ്റ്. പക്ഷേ ഞാൻ മേ ബി അത്ര സ്പിരിച്വലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് അല്ലായിരിക്കും. ദാറ്റ് എനിക്ക് ചിലപ്പോൾ സൈലൻസ് എന്ന് പറയുന്ന വെപ്പണും പിടിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ബാക്കി കേൾപ്പിക്കാം. അഹാന, അച്ഛൻ പറഞ്ഞത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. സൈലൻസ് ആണ് ഏറ്റവും നല്ലൊരു മരുന്ന്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ചേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം,
എല്ലാ 2-3 മാസം കൂടുമ്പോൾ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അതിൻ്റെ കാരണക്കാർ ഞങ്ങളാണോ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണോ, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന പ്രേക്ഷകരാണോ? നിങ്ങൾ അങ്ങനെ പറയരുത്. ഓക്കെ, എല്ലാം കാണുന്നവരുടെ നെഞ്ചത്തേക്ക് വെച്ച് തരരുത്. നിങ്ങളുടെ ഹൻസിക ഒരു 2-3 മാസം മുമ്പ് ഒരു എന്താണ് പറയുക, നമ്മുടെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടായി. ഞങ്ങളായിട്ടുണ്ടാക്കിയതാണോ? അല്ലല്ലോ. ദിയ, നിങ്ങളുടെ രണ്ടാമത്തെ അനിയത്തി, അല്ല നിങ്ങളുടെ അനിയത്തി, സ്വന്തം അനിയത്തി, നിങ്ങളിൽ കൃഷ്ണകുമാർ കുടുംബത്തിലെ രണ്ടാമത്തെ പെൺകുട്ടി, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തോരം കോൺട്രവേഴ്സികൾ വന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്നതാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെയും, അതായത് വീഡിയോ ചെയ്യുന്നവരുടെയും കാണുന്നവരുടെയും നെഞ്ചത്ത് മാത്രം എല്ലാം വെച്ച് തരരുത്. പ്രിയങ്കരിയായ അഹാന കൃഷ്ണ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങളുടെ ഈ പ്രശ്നം ഞങ്ങളായിട്ട് കുത്തിക്കീറി ഉണ്ടാക്കിയതാണോ? അല്ല, നിങ്ങളുടെ തന്നെ കുടുംബത്തിൽ ഒരാൾ വന്നിട്ടാണ് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞത്. ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്ട്ലി. പക്ഷേ ആ ഇൻഡയറക്ട്ലി ഉള്ള അടി നിങ്ങൾക്കുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ഇതൊരു സംസാര വിഷയമായത്. ഓക്കെ, അവിടെയും കാണുന്നവരെ, നിങ്ങളുടെ വീഡിയോ കണ്ട് അഭിപ്രായം പറയുന്നവരെയോ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ചാനൽസിൻ്റെ ഉടമസ്ഥരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ബാക്കി കേൾക്കാം. ഇതിപ്പോൾ ചിലപ്പോൾ എന്നെ ഡയറക്റ്റ്ലി ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ഓടെ എന്തെങ്കിലും അവിടെ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ പ്രധാനമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഈസ് മൈ മദർ ആൻഡ് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ പേരൻസ്, എസ്പെഷ്യലി ഹെർ ഫാദർ, അബൌട്ട് ഹൂം ഷീ ഡീപ്ലി കെയർഡ് ഫോർ. അപ്പം അമ്മുമ്മ, എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മുമ്മയെ കാണാൻ പോകാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? I'll tell you something very clearly. I really don't, I wish I didn't have to do this. പക്ഷേ നമ്മളും അമ്മുമ്മയായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്റ്റ് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മുമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മുമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മുമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീ ഈസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീ ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി, ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോടൊരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് ഇസ് ടു ബി എ ഗുഡ് മദർ ആൻഡ് ഗിവ് മദർലി ലവ്. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരൻറ്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരൻറ്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മുമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മുമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും പോട്ടെ സാരമില്ല, അമ്മുമ്മയല്ലേ, പോട്ടെ സാരമില്ല എന്ന്. കാരണം ഇപ്പം നമുക്കൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചു, അച്ഛൻ്റെ അച്ഛൻ പണ്ടേ മരിച്ചു. അപ്പം നമുക്ക് ആസ് ഗ്രാൻഡ് ചിൽഡ്രൻ നമുക്ക് കാണില്ലേ ഒരാഗ്രഹം, ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളൊരു ടൈം, ഗ്രാൻഡ് പേരൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, ഡൂ തിങ്സ് വിത്ത് ദം, ഗോ ടു പ്ലേസസ് വിത്ത് ദം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് വി വർ കോൺസ്റ്റൻ്റ്ലി ഡൂയിങ് തിങ്സ് ഫോർ ദം. അല്ലാതെ അവരിങ്ങോട്ട് എന്തെങ്കിലും തരും എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നിട്ടുള്ളത് കൊണ്ടോ ഉള്ള ഒരു തിരിച്ചുള്ളൊരു നന്ദി പ്രകടനം ഒന്നുമല്ല. എൻ്റെ ഗ്രാൻഡ് പേരൻസ് എനിക്ക് 1-2 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുറച്ച് സാധനം, എൻ്റെ അഡൾട്ട് ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് അവരിങ്ങോട്ടൊന്നും തന്നിട്ടില്ല. ആൻഡ് നമ്മൾ എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വി നെവർ വാണ്ടഡ്. ഓക്കെ, നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. അഹാന, നിങ്ങൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഫാമിലി, ഞാൻ എല്ലാ ക്ലിപ്പുകളും 10-50 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് അവർ ചെയ്തിരിക്കുന്നത്, എല്ലാം ഒന്നും കൊണ്ട് കുത്തിക്കയറ്റാൻ പറ്റില്ല. ഇതിൽ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കേട്ടുന്നുള്ളൂ. ഇവരുടെ ഈ വീഡിയോയിൽ ഇവർ പല സ്ഥലത്തായിട്ട് പറയുന്നത് കേട്ടു. ഇവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അത് പുറത്തു വന്ന് പറയാൻ താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ പറയേണ്ട ഒരു അവസ്ഥ വന്നു. അവരുടെ അമ്മയെ മനസ്സിലാക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മകളാണെങ്കിലും മകനാണെങ്കിലും മിണ്ടാതിരിക്കില്ല, റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് അഹാന റിയാക്ട് ചെയ്യുന്നത്. അഹാന, നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻ അവർ പറഞ്ഞ ആ ഒരു പോയിന്റ് എടുത്ത് വെച്ച് മാത്രം, നിങ്ങൾ അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്, അത് വെച്ച് മാത്രം നിങ്ങൾക്ക് സംസാരിക്കാം.
നിങ്ങളുടെ അപ്പൂപ്പൻ പണ്ട് അവിടുന്ന് കൊണ്ടുവന്നത്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിന്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പോയിന്റിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ചെയ്തൊരു തെറ്റിനെ പറ്റിയോ എന്തെങ്കിലും ഒരു സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഫാമിലിയിലെ പറയണ്ടെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകും. അത് അഹാനെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ആളുകൾ ഈ തൻവി എന്ന് പറയുന്ന ആളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം നിങ്ങളുടെ അമ്മുമ്മ തന്നെ അവർ പറയുമ്പോൾ, സിന്ധുവിൻ്റെ സ്വന്തം അമ്മ പറയുമ്പോൾ ആരാണെങ്കിലും ആദ്യമേ അത് കേൾക്കുമ്പോൾ അങ്ങോട്ട് തന്നെ കാത് കൊടുക്കുകയുള്ളൂ. പിടികിട്ടിയോ? സിന്ധുവിന് എന്ത് പറയാനുണ്ട് അത് പിന്നെ ചിന്തിക്കുകയുള്ളൂ. ഫസ്റ്റ് എല്ലാവരുടെയും ഫോക്കസ് അതായിരിക്കും. അതിനാരെയും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരുടെയും ഫോക്കസ് അതായിരിക്കും. അയ്യോ, അവരുടെ സ്വന്തം അമ്മയല്ലേ ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഒന്ന് കാതോർക്കും. പക്ഷേ അതിനുശേഷം നിങ്ങൾ വന്ന് പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ പറയുന്നതിനകത്തൊരു പോയിന്റ് ഉണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾ പറയുന്നതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ തെളിവുകളുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ താല്പര്യമില്ല. ഈ തൻവി എന്ന് പറയുന്ന ആൾക്ക് പോലും നിങ്ങളുടെ അമ്മൂമ്മയുടെ പ്രശ്നങ്ങൾ അറിയാമായിരുന്നു, അവർ തന്നെ വാ പൊളിച്ച് നിന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെയിലും കിടപ്പുണ്ട്, ഫാമിലി ഗ്രൂപ്പ് കിടപ്പുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഓക്കെ, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിങ്ങളോട് അതൊന്നും എടുത്ത് പുറത്തിടാൻ ഞാൻ പറയത്തില്ല. കാരണം അത് നിങ്ങളുടെ കുടുംബകാര്യമാണ്. ജസ്റ്റ് കാര്യം പറഞ്ഞ് പോയാൽ മതി. ഇനി കൂടുതലായിട്ട് തൻവിയുടെ എന്തെങ്കിലും ഭാഗത്തു നിന്ന് വലിയ കഥകളൊക്കെ വരികയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ സംസാരിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ പ്രൂഫ് കാണിക്കേണ്ട വന്നേക്കാം. പക്ഷെ തൻവി അത് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള പ്രൂഫുകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവരുടെ അമ്മൂമ്മേനെ അല്ലെങ്കിൽ അപ്പൂപ്പനെ നോക്കാനൊക്കെ ആയിട്ട് എന്താണ് ഈ ഹോം നേഴ്സൊക്കെ വന്ന് നിന്നിട്ടായിരുന്നു, ജീവനും കൊണ്ട് ഓടിയതാണ് ഈ അമ്മൂമ്മ കാരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഹാന പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലോ, പ്രായമായവർ കുറച്ച് കണിശക്കാരാണ്, കുറച്ച് കടുംപിടുത്തമാണ്. അവരുടെ കൂടെ എല്ലാവർക്കും ഒന്നും അങ്ങനെ നിന്ന് പോകാൻ പറ്റത്തില്ല, കുറച്ച് പാടാണ്. എന്ന് വെച്ചിട്ട് റോട്ടിലോട്ട് തള്ളുന്ന പരിപാടിയൊന്നും ആരും ചെയ്യാതിരിക്കുക. പിടികിട്ടിയോ? നമുക്ക് ബാക്കി കേൾക്കാം. അഹാനയൊക്കെ ഈ അമ്മുമ്മയായിട്ടുള്ളൊരു കോൺടാക്ട് നിർത്താനുള്ളൊരു കാരണം അതവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, അത് വേറെ ഒന്നുമില്ല, അത്രയ്ക്കൊന്നും വൃത്തികെട്ട കാര്യം അവരുടെ വായിൽ നിന്ന് വീണു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നിങ്ങൾ ബാക്കി കേൾക്കൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം we were figuring out our life. We never thought that grandparents are the kind of people who will probably give you things. അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നിട്ടില്ല. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് ഓൾവേസ് എ വെരി ഗുഡ് ഗ്രാൻഡ് പേരൻറ്റ്. ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നാണ് ലൈഫ് കെയർ സതീഷ് വാസ് എ ഗൈഡ്. നമ്മളാണ് ഹോം നേഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മുമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നേഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം, അറിയാമല്ലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നേഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നേഴ്സ് വരും, ഇവരോരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നേഴ്സസ് പോവും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് എത്ര ഹോം നേഴ്സ് വന്നൊരു 15 ഹോം നേഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേരാ, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നേഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഹോം നേഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നേഴ്സ് അമ്മേനെ എന്നെയും വിളിച്ച് മെസ്സേജും വോയിസ് നോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, അപ്പൂപ്പൻ പാവുക മാം, നമുക്ക് അപ്പൂപ്പനുമായിട്ട് നമ്മളെ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആൻഡ് അപ്പൂപ്പനെ ഹോം നേഴ്സ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പൂപ്പൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് വെച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇതുപോലെ ഒരു ദിവസം ഒരു ഹോം നേഴ്സ് രാവിലെ, എന്താ എൻ്റെ പേര്, സഞ്ജുവോ, വൺ ഓഫ് ദ ഹോം നേഴ്സ്, അഭിനവ്, അപ്പൂപ്പൻ രാവിലെ ഈ ഹോം നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മുമ്മയെ ഞാനുമായിട്ട് അടിയായിട്ട് അമ്മുമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. So are we not supposed to question her? We called her and we like, what are you doing? നിങ്ങൾക്ക് അവരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാനൊരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പൂപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മൂമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യൻ്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക?
we're talking about our own family members. അതുകൊണ്ട് ഈ പ്രൂഫ് ഒക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിലും ചോദിച്ചു, എവ്രിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻഡ് ടോൾഡ്. അൺഫൊഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ആൻഡ് ഇതിലെ ഫൺ ഫാക്ട് ഇസ്, ഈ അമ്മുമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മുമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്കിനി അമ്മുമ്മയായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിലിട്ടപ്പം എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ്, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നതെന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹെർ വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ കോൾ വിളിക്കുന്നു, അമ്മുമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ്, തൻവിക്ക് ശരി, ഷീ ഈസ് ഡെഫിനറ്റ്ലി വെരി കൺസിസ്റ്റൻറ്റ് വിത്ത് സോഷ്യൽ മീഡിയ വിത്ത് 2 children ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഷീ ഈസ് വെരി സ്മാർട്ട്, അവിടെ വേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും. പക്ഷേ തൻവി ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തൻവി ആൾക്കാർ അറിയപ്പെടുന്നത് വരെ ഇസ് ബിക്കോസ് ഷീ ഹാപ്പൻ ടു ബി ആ റിലേറ്റീവ്. പിന്നെ തൻവി കൺസിസ്റ്റൻ്റ് ആയിട്ട് കോണ്ടന്റ് ഇട്ടതുകൊണ്ടായിരിക്കാം തൻവിക്ക് തൻവിയുടേതായിട്ടുള്ളൊരു ഓഡിയൻസ് ബിൽഡ് ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നും ഇവരുടെ കസിൻ അപ്പം നമ്മൾ യൂട്യൂബ് കോണ്ടന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തൻവിയുടെ ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതേ നമ്മളാണ്. തൻവിയുടെ ചാനലിൻ്റെ മറ്റേ എന്താ മോണറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ റെഡി, തൻവിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം ചെയ്തു കൊടുത്തത് അശ്വിനാണ്. OC അശ്വിനും കൂടിയാണ് അത് ചെയ്തു കൊടുത്തത്. ആൻഡ് തൻവി ഇനിഷ്യലി OCയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് വി വർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹർ വീഡിയോസ്. കാരണം യുനോ ഇപ്പോൾ നമ്മൾ തൻവിയുടെ ഇനിഷ്യൽ വീഡിയോസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും, ആ ചാനലിനൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് എൻ എക്സ്ട്രാ അഡീഷണൽ ഇൻകം ത്രൂ ദാറ്റ്, വി വർ വെരി ഹാപ്പി ഫോർ ഹർ, ഗുഡ് ഫോർ ഹർ. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്ത് തൻവി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഈ പാല് കൊടുത്ത കൈക്ക് കൊത്തുക എന്ന് കേട്ടിട്ടില്ലേ, ആ സാധനം. തൻവിക്കുട്ടാ, സാധാരണ ഈ ഒരു ലാസ്റ്റ് നമ്മുടെ അഹാന പറഞ്ഞ ഒരു കാര്യം കേൾക്കുമ്പോൾ ചില ആളുകളുടെ കേസിൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അയ്യേ ഇവരെന്തിനാ ഇത് പറഞ്ഞു നടക്കുന്നത്, ഇത് ചെയ്തു കൊടുത്തിട്ട് പിന്നെ അത് പറഞ്ഞു നടക്കുന്ന പോലെ എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില കേസുകളിൽ ഇവർ ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ കേസുകളിൽ എനിക്കത് തോന്നുന്നില്ല. കാരണം ഇവർ പറയുന്നത് ആരെ പറ്റിയാണോ, തൻവി, അവർക്ക് ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ പരിപാടി കാണിക്കത്തില്ല. സി എന്തുമായിക്കോട്ടെ, തൻവി, ഈ ഒരു അഹാന അവരെ ആ അമ്മുമ്മ പറഞ്ഞത് അവർ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലിട്ടു. അത് കണ്ടപ്പോൾ നിങ്ങൾ തന്നെ വണ്ടടിച്ചിട്ടുണ്ട്. തെളിവുകൾ അവരുടെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഇതുവരെയായിട്ടും ഈ ഇങ്ങനെ അമ്മുമ്മ അപ്പൂപ്പൻ ഇവരുടെ ഫാമിലി ഇവരിങ്ങനെ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരാണ്. അഹാനയാണെങ്കിലും ദിയയാണെങ്കിലും സിന്ധു കൃഷ്ണയാണെങ്കിലും ആ ഒരൊറ്റ കാര്യത്തിൽ കേട്ടോ, ആ ഒരൊറ്റ കാര്യത്തിൽ ഇവരുടെ കുടുംബത്തിലെ ഈ പ്രശ്നങ്ങൾ ഇവരിതുവരെയായിട്ടും ഒരാളും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ല. ആ ഒരൊറ്റ കാര്യത്തിന് ഒരു അയ്യോ അത് സമ്മതിക്കണം. കാരണം ഇതൊക്കെ വേറെ ഏതെങ്കിലും നമ്മൾ പല ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ വീഡിയോകൾ കാണാറുള്ളതാണല്ലോ. പലരും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് അങ്ങോട്ട് കത്തിക്കല. ഈ ഒരൊറ്റ കേസിൽ ഇവരെ ഞാൻ സമ്മതിച്ചു കേട്ടോ. എല്ലാ കാര്യത്തിലും ഒന്നുമല്ല, എനിക്ക് ഇവരുടെ മിക്ക കാര്യങ്ങളോടും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാനത് കുറച്ച് മുമ്പ് ആലോചിച്ചത്, ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ, ഇവരുടെ അപ്പൂപ്പൻ അമ്മുമ്മ അവിടെ പല ആളുകൾ വരുന്നു, 15ഓളം ആളുകൾ വരുന്നു, ഈ ഹോം നേഴ്സുമാർ, അവരൊക്കെ ഈ അമ്മുമ്മയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് പോണു. വേണമെങ്കിൽ ഇവർക്ക് അതൊരു കണ്ടന്റ് ആക്കി വരെ വിൽക്കായിരുന്നു. പിന്നെ അത്യാവശ്യം സെലിബ്രിറ്റീസ്, എൻ്റെ വേറൊരു തലവും കൂടെ നമ്മൾ നോക്കണമല്ലോ. അത്യാവശ്യം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള അടിയും വഴക്കും എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നാറും. 101% ബാക്കിയുള്ള ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് നാറുന്നതിനെക്കാട്ടിലും കൂടുതൽ നാറും. പിന്നെ കൃഷ്ണകുമാർ രാഷ്ട്രീയപരമായിട്ട് എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ അതുകൊണ്ട് ചെയ്യാതിരുന്നു എന്നൊക്കെ ചില ആളുകൾ വേണമെങ്കിൽ പറഞ്ഞേക്കാം. വാട്ട് എവർ ഈസ് ദ റീസൺ, എന്താണെങ്കിലും ചെയ്തില്ലല്ലോ, അതിൽ സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇത്രയും അഹാന പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നത്, അമ്മമ്മ പ്രായമുണ്ട്, അവരെ കുറ്റം പറയാനൊന്നും ഞാൻ നിൽക്കത്തില്ല. സത്യം, സീരിയസ്ലി എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പ്രായമായ ഒരു സ്ത്രീയാണ്, മനസ്സിലായോ? പക്ഷേ അവരുടെ ആ പ്രായത്തെ മുതലെടുത്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കിയ പൊന്നുമോളെ തൻവി, നിന്നെ പോലുള്ള ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുമ്പോൾ കേട്ട് വിശ്വസിച്ച് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുന്ന നമ്മളല്ലേ സത്യം പറഞ്ഞ ഇവിടെ മണ്ടന്മാരായി മാറുന്നത്? അല്ല, സത്യം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരാളെ വിശ്വസിക്കാൻ നിൽക്കരുത് ഇനിഷ്യലി. ഇത് പിന്നെ പ്രത്യേകിച്ച് വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് തുടക്കത്തിലേ പറഞ്ഞു. സിന്ധു കൃഷ്ണയുടെ സ്വന്തം അമ്മ, വകയിലെ അമ്മയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും കസിനോ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ എന്ന് പറയുന്നെങ്കിൽ ഓക്കെ, ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞേനെ. ഇനി അവരുടെ സൈഡും കൂടെ കേൾക്കാം നമുക്ക്. ഇത് സ്വന്തം അമ്മ അങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ആരാണെങ്കിലും ഒന്ന് വിശ്വസിച്ച് പോകും. ഞാൻ വിശ്വസിച്ച് പോകും.
ഞാൻ വീണു അതിൽ. അവരുടെ ആ ഒരു കരച്ചിലും സത്യം പറഞ്ഞ വികാരഭരിതമായിട്ടുള്ള അയ്യോ വീണുപോയി. സിന്ധു കൃഷ്ണ എന്താണ് നിങ്ങളിങ്ങനെ സ്വന്തം അമ്മയെ നോക്കാതെ എന്ന് ചിന്തിച്ചു പോയി. പക്ഷെ ഇപ്പോൾ ഏതാണ്ടൊക്കെ സത്യം മനസ്സിലാവുന്നുണ്ട്. പിടികിട്ടിയോ? മറ്റേ സെയിം സാധനം തന്നെ പ്രായമായുള്ള അമ്മമാർക്ക് വരുന്ന ഒരു ദേഷ്യവും പരിപാടിയാണ് ആ അമ്മയ്ക്കുള്ളത്. പക്ഷെ അത് മുതലാക്കിയ ഒരു കൊച്ചുമോളായിരുന്നു തൻവി. അത് പിടികിട്ടിയപ്പോൾ ഞാൻ ഇത് നിർത്തി. ഇനി തൻവിയുടെയും ഇനി അഹാനയുടെയും കേസിൽ ഞാനില്ല. ഇടപെടണോ നമുക്ക്? വേണ്ട. അവരായി അവരുടെ പാടായി വോട്ടവർ. അഹാനയ്ക്ക് പോലും ഇനി അവർ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോ തന്നെ റിമൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആൾക്കാരൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ അങ്ങ് റിമൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് അഹാനക്കുട്ടി ഇതിൻ്റെ പേരിൽ കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടത്തില്ല. അത് പോട്ടെ, ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല, ലീവ് ഇറ്റ്. പക്ഷേ ആളുകൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.